ഞാൻ നിങ്ങൾ ആലുവയിൽ പ്രദീപിൻ്റെ വർഷത്തിലാണ് നമ്മുടെ തോട്ടിക്കാട്ടുകര അല്ലെങ്കിൽ തോട്ടുപോണ വഴിക്ക് റൈറ്റ് സൈഡിൽ ആലുവിൻ്റെ തോട്ടുപോണ വഴിക്ക് കാസിനെ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ജിത്തിൻ്റെ വർഷപ്പ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വണ്ടികളൊക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ഓയിൽ മാറ്റാൻ വേണ്ടി വന്നേക്കാണ്. 10,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഓയിൽ മാറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓയിൽ ഫിൽറ്ററിന് മാറ്റുന്നുണ്ട്. സോ അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. പ്രദീപ് ഇപ്പോൾ എത്ര കൊല്ലം തുടങ്ങിയിട്ട് ഈ വർഷപ്പ് തുടങ്ങിയിട്ട്? 30 അല്ലേ? ചെറുമോനെ എനിക്കും പരിചയമുണ്ട്. ഇവിടെ തന്നെ തുടങ്ങിയാണ്. പണ്ട് ഇവിടെ ആശാനോട് നിന്നായിരുന്നല്ലേ? എന്നിട്ട് പിന്നെ ഇത് ഏറ്റെടുത്തു അങ്ങനെയാണ്. ഇപ്പോൾ എത്ര 3-4 പേരുണ്ടോ വർഷത്തിൽ? 4 ആളല്ലേ? ഇവിടെ മറ്റേ കാറും പിന്നെ ജീപ്പും 4 വീലേഴ്സ് അല്ല, ബാക്കി ലോറിയൊക്കെ നടക്കില്ല, LMV മാത്രം അല്ലേ? എങ്ങനെയുണ്ട് വർഷപ്പ് വന്നിട്ട് പോകണം? കുഴപ്പമൊന്നുമില്ലാണ്ട് പോകണല്ലേ? പിന്നെ അതിനോട് ഓയിൽ ഫിൽറ്റർ മാറ്റാനേ എന്തൊക്കെയാണ് മറ്റുള്ള വണ്ടിയിലേക്കാളും കൂടുതൽ സങ്കീർണമായിട്ടാണോ? സമയമെടുക്കും. പിന്നെ ഇതേപോലെ സമയം എടുക്കുന്ന വേറെ എന്തെങ്കിലും വണ്ടി ഉണ്ടോ? ഇത് മറ്റേക്ക് ചുമ്മാ അപ്പം തന്നെ ഓപ്പൺ ആക്കിയിട്ട് കളഞ്ഞിട്ട് മാറ്റിയാൽ മതി. ഇത് സമയം എടുക്കും അല്ലേ? കൈയിട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ കണ്ട പോലെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ വണ്ടി കൊടുത്തിട്ട് വരാൻ സാറ് പറയാറ്. ഓയിൽ ഫിൽറ്റർ കഴിക്കാൻ അത് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ എവിടെ വീടെവിടെ? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണല്ലേ? നമ്മൾ ബാക്ക് സീറ്റ് മുഴുവൻ അഴിച്ചു മാറ്റി ഇതിൽ. അത് കഴിഞ്ഞിട്ട് നടുക്കുള്ളൊരു ചെറിയൊരു ആ ബ്ലാക്ക് ആ സാധനം മാറ്റിയിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് പുള്ളി ആ ഓയിൽ ഫിൽറ്റർ മാറ്റാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 10,000 കിലോമീറ്റർ ആയപ്പോൾ ഓയിൽ മാറ്റാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ഓയിൽ ഫിൽറ്റർ മാറ്റാണ് നല്ലത്. അപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഈ പറഞ്ഞ വേസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഞാനിവിടെ ഓയിലാണ്, പ്രത്യേക ഓയിലാണ് അതിന്. ഈ ഓയിൽ ഫിൽറ്റർ എടുത്ത് മാറ്റുക എന്നുള്ള ശരിക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ജോലിയാണ്. കാരണം ഇത് സമയം എടുക്കുന്ന ജോലിയാണ്. 1/2 മണിക്കൂർ എടുക്കുക സംഭവം മാറ്റാൻ. ബാക്കിയുള്ള എനിക്ക് ഒരു 10 മിനിറ്റ് മതി ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ. പക്ഷേ ഞാനവിടെ 1/2 മണിക്കൂർ എങ്ങനെ വന്നാലും എടുക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മളിപ്പോൾ പല വർഷം ചെന്ന് അവർ കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവിടാറാണ് പതിവ്. കാരണം ടൈം കൺസ്യൂം. ഇത് ഓയിലാണ്. ഇത് 3 ലിറ്റർ ഉള്ള ഓയിലാണ്. 3 ലിറ്റർ നമ്മൾ ശരിക്കും 2 ലിറ്റർ ഉപയോഗിക്കുന്നുള്ളൂ. ഓയിൽ ഫിൽറ്റർ മാറ്റുന്ന കാരണം 2 ലിറ്റർ വരെ ഉപയോഗിക്കാം ആ ഓയിൽ ഫിൽറ്ററുള്ള ഓയിലിന് കൂടിയിട്ട്. അല്ലെങ്കിൽ ഓയിൽ ഫിൽറ്റർ മാറ്റുന്നില്ലെങ്കിൽ 2 ലിറ്റർ മാത്രം മതിയാവും. പക്ഷേ ഇത് കിട്ടുന്നത് 3 ലിറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. സോ ഇങ്ങനൊരിപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റിയപ്പോൾ പുതിയ ഫിൽറ്റർ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ്. നമ്മൾ ഈ നാനോ ശരിക്കും പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. പക്ഷേ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈനാണ് ഉള്ളിലത്തെ. ഈ എല്ലാം കോമ്പാക്റ്റായിട്ട് വെച്ച കാരണം ഇങ്ങനെയുള്ള കുറച്ച് വർക്ക്ഷോപ്പിലെ ആളുകൾക്ക് കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്കിപ്പോഴും ഇഷ്ടപ്പെട്ട വണ്ടി നാനോ തന്നെയാണ്. പേരെന്തായിരുന്നു? പറഞ്ഞു. ഫൈസൽ. എത്ര കൊല്ലേ വർക്ക് ചെയ്തിട്ട്? 10-12 വർഷം. പ്രദീപാശന്റെ കൂടെ അല്ലേ? അതെന്താ സാധനം? ബോണ്ടാണ്. ഇവിടെ ഒരു പൈപ്പ് ഊരിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓയിൽ ഫിൽറ്റർ അയക്കാൻ വേണ്ടിട്ട് ഒരു പൈപ്പ് വരും. ആ പൈപ്പ് ഊരി രണ്ടാമത് ഫിറ്റ് ചെയ്യുമ്പോൾ ബോണ്ട് ഇട്ട് ഇത് ചെയ്യും. ടൈറ്റ് ചെയ്യണല്ലേ? പ്രദീപാണിത്. പ്രദീപ് എപ്പോഴും ഏത് സമയത്തും പണിയാണ്. ഞാൻ വരുമ്പോൾ എപ്പോഴും ആളെന്തെങ്കിലും, ഇവിടെയുള്ള എല്ലാവരും, പ്രദീപ് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ആളുകളും ഫുൾ ടൈം പണിയാണ്. അത് നല്ലൊരു വർക്കാണ്. നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ചെയ്യുന്ന വർക്കും നല്ല നീറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ തന്നെ വരാറ്. ഞാൻ മാത്രമല്ല അറിയാവുന്ന എല്ലാവരും പിന്നെ ഇവിടെ വരുള്ളൂ. സോ അങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്താൻ കൂടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഞാനിവിടെ ബാക്ക് സൈഡിൽ നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റിയാണ് നമ്മൾ കണ്ടടിയിൽ. ഇനി ഓയിൽ ഒഴിക്കാൻ ഈ സാധനമൊക്കെ ഊരണം. അവരുടെ കോമ്പാക്ട് ഡിസൈൻ്റെ ഒരു മെത്തേഡാണിത്. ഇതെല്ലാം ഊരിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓയിൽ നോക്കുന്ന ആ ഒരു സംഭവം, ഓയിൽ ഒഴിക്കുന്ന ഒരു ടാങ്കൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. നോക്കുന്ന ഗേജൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സോ ആ ഓയിൽ ഒഴിക്കുന്ന ടാങ്കിൻ്റെ അത് ഓപ്പൺ ചെയ്യണേ കാണണേ. എന്തായാലും 10,000 കിലോമീറ്റർ ഉണ്ട്. നമ്മളിനി നോക്കേണ്ട കാര്യമില്ല, അത് മാറ്റിയേ പറ്റൂ. ഇത് തുറന്നിട്ട് അടിയിലെയും നട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അടിയുടെ ഓയിൽ പോകും. അത് ബാക്കി എല്ലാ വണ്ടികളുടെ പോലെ തന്നെ. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇനി ഓയിൽ ഒഴിക്കുകയാണ്. മറ്റേതെല്ലാം ഓയിൽ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടൈറ്റ് അടിയിൽ അടച്ചിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ കൂടെ ഓയിൽ ഒഴിച്ചാൽ മാത്രം മതി. ആ ഒഴിക്കുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ 3 ലിറ്ററിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ 2 ലിറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എനിക്ക് തിരിച്ചു തരികയുണ്ടായി. കാരണം
2 ലിറ്ററിന് അത് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ വിൽക്കുന്നത് 3 ലിറ്ററായിട്ടാണ് വിൽക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇപ്പോൾ സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. പുറത്ത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ശരിക്കും വർക്ക് ചെയ്തു തരും. അതാണ് ചെയ്യുന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. ആലുവക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വർക്ക്ഷോപ്പ് കൂടിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവർ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു തരും. പല സർവീസ് സെൻറ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് പറ്റിയൊരു സർവീസ് സെൻറ്റർ ഇത് തന്നെയാണ്. കറക്റ്റായിട്ട് എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർക്ക് നന്നായിട്ട് ചെയ്യണ കാരണം തന്നെ നമുക്ക് ഭയങ്കര റിലയബിളായിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. ഞാൻ പിന്നെ ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഞാൻ 10-25 വർഷം മുമ്പേ തന്നെ എനിക്ക് പ്രദീപിനെ പരിചയമുണ്ട്. ചെറുപ്പക്കാരായിട്ട് തന്നെ കാണുന്നത്. പ്രദീപ് ഇവിടെ പണിയണ സമയത്ത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേ എനിക്കറിയാം. പിന്നെ പ്രദീപാണിത് ടേക്ക് ഓവർ ഈ വർക്ക്ഷോപ്പ് ഇപ്പോൾ നടത്തുന്നത്. സോ വളരെ നല്ലൊരു ഒപ്പീനിയനായിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണ്. ഇതാണ് നമ്മളിപ്പോൾ ആ ഓയിൽ എത്ര ഉണ്ടെന്ന് ഇതിന് കാണാൻ പറ്റും. ഓയിൽ കുറച്ചും കൂടെ ഒഴിക്കണം തോന്നുന്നു. ആ കറക്റ്റ് ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ എത്തണ വരെ നമ്മൾ ഓയിൽ ഒഴിക്കണം. അത് ഓടുമ്പോൾ ആ ഓയിൽ ശരിയായിക്കൊള്ളും എന്നാണ് പുള്ളി പറയണത്. സോ ഓയിൽ ഒഴിച്ച് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഇനി അതങ്ങ് വെച്ച് മൂടുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നീറ്റാക്കിയിട്ട് അതങ്ങ് മൂടുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ മാറ്റുന്ന സമയത്ത് തന്നെ കൂളൻറ്റും ഒന്ന് മാറ്റാമെന്ന് വെച്ചു. കാരണം ഇത് എപ്പോഴും തുറക്കാറൊന്നുമില്ല. ഈ ബാക്കിലുള്ള സംഭവം തുറക്കുക എന്നുള്ള വലിയ ചടങ്ങായിരുന്നു. നാനോയ്ക്കുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. ഇതൊരു വലിയ പ്രശ്നമായിട്ട് കാണുവാണെങ്കിൽ. പക്ഷേ ഞാനിത് വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം ഇത്ര കോമ്പാക്ട് ഡിസൈനായിട്ടുള്ള ഒരു വണ്ടി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത് നമ്മുടെ ഇവിടുത്തെ അവരുടെ മാർക്കറ്റിംഗ് പ്രശ്നങ്ങളുടെ കൊണ്ട് മാത്രമാണ് ഈ വണ്ടി ഫെയിലായിപ്പോയത്. അല്ലാണ്ട് ഡിസൈൻ പ്രശ്നം കൊണ്ടൊന്നും അല്ല ആക്ച്വലി. പിന്നെ സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. അത് സംബന്ധിച്ച് ശരിയാണ്. ഇപ്പോൾ ഇനി ടാറ്റ നാനോ അവർ കുറച്ചുകൂടി ശരിയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മാറ്റി കഴിഞ്ഞാൽ പറഞ്ഞു കൂളൻ്റ് കൂടെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ കൂളൻ്റ് കുറവാണ്. അപ്പോൾ ഞാൻ കൂളൻ്റ് വാങ്ങിച്ചു കൊടുത്തു. 1/2 ലിറ്റർ കൂളൻ്റ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ആ കൂളൻ്റ് ഒഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കൂളൻ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എഞ്ചിന് കുറച്ച് കാലത്തേക്ക് നല്ല സുഖമായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഓയിലും കൂളൻ്റും ആണല്ലോ എഞ്ചിന് വേണ്ടത്. പിന്നെ ഓടാനുള്ള പെട്രോളും. അപ്പോൾ കൂടെയുള്ള ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. പിന്നെ നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. ഈ സിസ്റ്റത്തിലാണ് ക്ലോസ് ചെയ്യണത്. ഇങ്ങനെ 6 ഉണ്ട്. 6 നെറ്റ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് ആയിട്ടുള്ള സാധനം, ഇത് ഓയിൽ ഫിൽറ്ററിൻ്റെ മുകളിലുള്ള ആ ഒരു സാധനം ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഇത് മൂടി വയ്ക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സീറ്റ് ഫിറ്റ് ചെയ്യണം. സീറ്റ് രണ്ടും നമ്മൾ ഇളക്കി മാറ്റിയിരുന്നു, അടിയിലത്തെയും സൈഡിലത്തെയും. അപ്പോൾ ആ രണ്ടും തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അത്ര പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത്രയും പണി ചെയ്യണമെന്ന് ഓർക്കുമ്പോഴേ സാധാരണ വേറൊരു വണ്ടിക്ക് ഇത്രയും പണി വരില്ല. ഒരു ഓയിൽ ചേഞ്ചിന് ഇത്രയും പണി വരില്ല. പിന്നെ ഓയിൽ ചേഞ്ച് നമുക്ക് എന്നും ഇല്ലാത്ത ആരും കുഴപ്പമില്ല. 10,000 കിലോമീറ്റർ ഓടുമ്പോൾ മാത്രം ചെയ്യാൻ മതിയില്ല. നമുക്കതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ പ്രോസസ്സ് നാനുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കണ്ടോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു മാത്രം. പിന്നെ ഈ വർക്ക്ഷോപ്പിനെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടി കൂടിയാണ്. അപ്പോൾ 2 കാര്യങ്ങളിൽ നടന്നോളൂല്ലോ. സോ ഞാനിവിടെ ബാക്കി വയ്ക്കുന്ന ആ ഒരു സംഭവം കൂടെ അതിൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അടിയിലത്തെ സീറ്റ് ഫിറ്റ് ചെയ്തു, മുകളിലത്തെ സീറ്റ് ഫിറ്റ് ചെയ്യുന്നു. പിന്നെ ബാക്കിൽ വയ്ക്കുന്ന ആ ഒരു ചെറിയൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ സംഭവം ക്ലീൻ. അതോടെ നമ്മുടെ ഓയിൽ ആൻഡ് കൂളൻ്റ് മാറ്റുക എന്നുള്ള ആ ചടങ്ങ് കഴിയുകയാണ്. ഇതാണ് പ്രദീപിൻ്റെ വർക്ക്ഷോപ്പ് മുഴുവനും ഒരു ഓവർലുക്ക് കാണാം. സോ ഈ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.